Hi there, welcome back once again. So in today's lecture, we are learning about HTML formatting. Okay, so കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ HTML ആട്രിബ്യൂട്ട്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് HTML ആട്രിബ്യൂട്ട്സ് എന്നുള്ളത്. ഓക്കെ, സോ വാട്ട് ആർ HTML ആട്രിബ്യൂട്ട്സ്? ഇതൊരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ്, മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം HTML ആട്രിബ്യൂട്ട് എന്തെന്ന് കഴിഞ്ഞ വീഡിയോ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇൻ കേസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇൻ്റർവ്യൂസിൽ ഇതുപോലെ പറഞ്ഞാൽ മതി. HTML ആട്രിബ്യൂട്ട്സ് പ്രൊവൈഡ് അഡീഷണൽ ഇൻഫോർമേഷൻ അബൌട്ട് HTML എലമെൻറ്റ്സ്. ദേ ആർ ഡിഫൈൻഡ് ഡയറക്ട്ലി ആഫ്റ്റർ ടാഗ് നെയിം. ഓക്കെ, അതായത് ഒരു ടാഗ് നെയിമിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും HTML ആട്രിബ്യൂട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് പ്രോപ്പർട്ടീസ് കാര്യങ്ങളെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ടാഗ്സ് ഉപയോഗിക്കാറ്. ടാഗ്സും അതേപോലെ ടാഗ്സിനെ കുറിച്ച് അഡീഷണൽ ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ് ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒട്ടുമിക്ക ഇൻ്റർവ്യൂസിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് HTML ആട്രിബ്യൂട്ട്സ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. ഓക്കെ, ഉദാഹരണത്തിന് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബോഡിക്ക് നമ്മൾ സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് കളർ, ജസ്റ്റ് ഇവിടെ ബോഡി ടാഗ് ഓപ്പൺ ചെയ്യണം. ഓക്കെ, അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് കളർ പർപ്പിൾ ബ്ലൂ, അതുപോലെ എന്തെങ്കിലും ഒരു കളർ കൊടുക്കുന്നതും HTML ആട്രിബ്യൂട്ട്സിൽ വരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു ആട്രിബ്യൂട്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഹൈപ്പർ ലിങ്ക്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹൈപ്പർ ലിങ്ക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിലും നമ്മൾ ആട്രിബ്യൂട്ട്സ് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഹൈപ്പർ ലിങ്ക്സിൽ HRF ഹൈപ്പർ ടെക്സ്റ്റ് റെഫറൻസ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടും ട്രൈ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ HTTP പ്രോട്ടോകോൾസിനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. ഇനി ബോഡിയിൽ നമ്മൾ ഡയറക്റ്റായിട്ട് CSS കോഡാണ് ടൈപ്പ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ STYL സ്റ്റൈലിന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എഴുതുന്നത് എല്ലാം തന്നെ CSS കോഡായിരിക്കും. നമ്മൾ CSSൽ ട്രൈ ചെയ്യുന്ന ബോഡിക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാ പ്രോപ്പർട്ടീസും ഇവിടെ കൊടുക്കാം. അതുപോലത്തെ ഒരു പ്രോപ്പർട്ടിയാണ് ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്നത്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് കളർ വേണമെങ്കിലും കൊടുക്കാം. അപ്പം ഞാനിവിടെ ബ്രൗൺ കളർ ഇവിടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ബ്രൗൺ കളർ ചൂസ് ചെയ്യണം, സേവ് ചെയ്യണം. സേവ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബ്രൗൺ കളർ കാണാൻ സാധിക്കും. ഓക്കെ, സോ ഇത് CSS പ്രോപ്പർട്ടീസ്. ഇതുപോലെ നമുക്ക് എന്ത് കളർ വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ CSS കോഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനി ഇവിടുന്ന് തന്നെ നമുക്ക് CSS കോഡിൻ്റെ പ്രോപ്പർട്ടീസ് കൊടുക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു എലമെൻറ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റൈൽ ഇവിടെ കാണിച്ചു തരും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്യാം. ഓക്കെ, ഇതിനിപ്പം സ്റ്റൈൽസ് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. HTMLന് സ്റ്റൈൽസ് ഒന്നും കൊടുത്തിട്ടില്ല. ബോഡിക്ക് ഉള്ള സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് കളർ ബ്രൗൺ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് മാറ്റി റെഡ് ആക്കുക. ഓക്കെ, റെഡ് ആക്കിയിട്ടുണ്ട്. ഇനി ഗ്രീൻ ആക്കുകയാണ്. ഓക്കെ, ഗ്രീൻ കളർ വന്നിട്ടുണ്ട്. സോ ഇതുപോലെ നമുക്ക് പ്രോപ്പർട്ടീസ് സ്റ്റൈൽസ് കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെ സ്റ്റൈൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോപ്പർട്ടീസ് എന്ത് സ്റ്റൈൽസ് വേണമെങ്കിൽ നമുക്ക് ഇനി പുതിയ സ്റ്റൈൽസ് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്തു ഇങ്ങനെ പോകാവുന്നതാണ്. ഓക്കെ, അപ്പം അതുപോലെ നമുക്ക് ഇവിടെ തന്നെ ഡയറക്റ്റായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. ലൈവായിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാനും പറ്റും. ഓക്കെ, സോ ഇത് ഒരു HTMLൻ്റെ ബ്രൗസറിലുള്ളൊരു ഫീച്ചറാണ്. ഏത് ബ്രൗസർ ഉപയോഗിച്ചാലും ഈ ഒരു ഫീച്ചറുണ്ട്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇൻസ്പെക്റ്റ് എന്ന് പറഞ്ഞ് ഇല്ലെങ്കിൽ ജസ്റ്റ് കീബോർഡിൽ എന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പം ഇൻസ്പെക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഡയറക്റ്റായിട്ട് കോഡ് ഇവിടെ തന്നെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇതും അതിൻ്റെ ഒരു ഫീച്ചറാണ്. പക്ഷേ നമ്മൾ കോഡ് എഡിറ്റർ യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിരിക്കും. ഇത് തീരെ ചെറുതായിട്ടായിരിക്കും കാണിക്കുക. അപ്പം നമുക്കത് പ്രോപ്പറായിട്ട് മൊബൈലിലൊക്കെ കാണുന്ന ആളുകളാണെങ്കിൽ അതിനകത്ത് മനസ്സിലാകണമെന്നില്ല. ഓക്കെ, സോ ഇനി നമ്മൾ ഈ ഒരു സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത് HTML ഫോർമാറ്റിങ്ങിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോ എന്താണ് ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്? ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ടെക്സ്റ്റ് ബോൾഡായിട്ട് എഴുതുക, ഇറ്റാലിക്സിൽ എഴുതുക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഫോർമാറ്റിങ്ങിൽ പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഫോർമാറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം എന്തെങ്കിലും ഒരു സാധനം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ആമസോണിലൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ചില സാധനങ്ങളുടെ പ്രൈസ് സ്ട്രൈക്ക് ചെയ്തിട്ട്, ഇല്ലെങ്കിൽ 359 രൂപ സ്ട്രൈക്ക് ചെയ്തിട്ട് 340, 280 അങ്ങനെ എന്തെങ്കിലും നമ്മൾ പ്രൈസ് സ്ട്രൈക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായില്ലേ, അതെല്ലാം ഫോർമാറ്റിങ്ങിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അതുപോലെ തന്നെ ചില മാത്സ് ഫോർമുലാസ് ഒക്കെ എഴുതുമ്പോൾ A², ഇല്ലെങ്കിൽ അത് നമ്മളെന്താ സബ്സ്ക്രിപ്റ്റ് സൂപ്പർസ്ക്രിപ്റ്റ് ആയിട്ടൊക്കെ എഴുതുന്നത്. അതുപോലെ തന്നെ ഡിലീറ്റഡ് ടെക്സ്റ്റ് സ്മാളായിട്ട് കാണിക്കുന്നത്, ഇനി ഇറ്റാലിക്സിൽ എഴുതുന്നത്. ഇപ്പോൾ നമ്മൾ സയൻറ്റിഫിക് നെയിംസ് ഒക്കെ ആണെങ്കിൽ ഇറ്റാലിക്സിൽ എഴുതണം എന്ന് പറഞ്ഞിട്ടൊരു റൂളുണ്ട്. ഓക്കെ, സോ അത്തരം കാര്യങ്ങളൊക്കെ HTML ഫോർമാറ്റിങ്ങിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി HTML ഫോർമാറ്റിംഗ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടാഗുകൾ ഉപയോഗിച്ചിട്ടാണ് ഫോർമാറ്റിംഗ് ചെയ്യുന്നത്. എല്ലാ ടാഗുകളും എന്തിനുപയോഗിക്കുന്നതാണ്? ഫോർമാറ്റിംഗ് ചെയ്യാനായിട്ട് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടാഗ് എന്ന് പറഞ്ഞാൽ B ടാഗാണ്. ബോൾഡ് ആയിട്ട് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടാഗാണ് HTML ഫോർമാറ്റിങ്ങിന് വേണ്ടിയിട്ട്. ഇനി നമുക്കിതുപോലത്തെ കുറച്ച് ടാഗുകളുണ്ട്, കുറച്ച് ടാഗുകളുടെ ലിസ്റ്റുണ്ട്. ബോൾഡ്, ഇറ്റാലിക്സ്, അതുപോലെ തന്നെ സ്ട്രോങ്, ഇത്തരത്തിലുള്ള ടാഗുകളെല്ലാം ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനെ ഫോർമാറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ,
ഇവിടെ ലിസ്റ്റ് എല്ലാം തന്നെ വന്നിട്ടുണ്ട്, ജസ്റ്റ് എല്ലാ ലിസ്റ്റും വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതെല്ലാമാണ് ഫോർമാറ്റിംഗ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടാഗുകളെല്ലാം. ഈ ടാഗുകൾ ഉപയോഗിച്ചിട്ടാണ് മെയിനായിട്ട് ഫോർമാറ്റിംഗ് എല്ലാം ചെയ്യുന്നത്. ഓക്കെ, ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബോൾഡിൽ എഴുതുന്നതും ഇറ്റാലിക്സിൽ എഴുതുന്നതും എല്ലാ കാര്യങ്ങളും ഫോർമാറ്റിങ്ങിൽ തന്നെ വരുന്ന കാര്യങ്ങളാണ്. അപ്പം ഇത്തരം ടെസ്റ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് HTML ഫോർമാറ്റിംഗ് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഓക്കെ, സോ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഒരൊറ്റ ടാഗ് മാത്രം ഉപയോഗിച്ചാൽ മതി. ഈ ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക, അതിൻ്റെ ഇൻ ബിറ്റ്വീൻ എന്ത് എഴുതി വെച്ചാലും അത് ഫോർമാറ്റിങ്ങിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം ആദ്യത്തെ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞത് ബോൾഡിൽ എഴുതുന്നതാണ്. അടുത്തെന്ന് പറഞ്ഞാൽ സ്ട്രോങ് അല്ല, അതായത് ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റ് ബോൾഡ് പോലെ തന്നെയാണ് സ്ട്രോങ് എന്ന് പറയുന്നതും. ഇറ്റാലിക്സിൽ എഴുതുന്നത് ഇറ്റാലിക്സ് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ എംഫസൈസ്ഡ് ടെസ്റ്റ് ഉണ്ട്, മാർക്ക് ടെസ്റ്റ് ഉണ്ട്, പിന്നെ സ്മാളായിട്ട് എഴുതാനായിട്ട് ഡിലീറ്റ്, ഇൻസേർട്ടഡ് ടെസ്റ്റ്, സബ്സ്ക്രിപ്റ്റ്, സൂപ്പർസ്ക്രിപ്റ്റ്. ഓക്കെ, ഇത്രയും ആണ് ഫോർമാറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ടാബുകൾ. ഇതെല്ലാം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ HTML ഫോർമാറ്റിംഗ് ടാഗ്സ് ഏതൊക്കെയാണ് ഫോർമാറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടാഗ്സ് എന്ന് ഇൻ്റർവ്യൂസിൽ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം എല്ലാം ഒന്നും പറഞ്ഞില്ലെങ്കിലും കുറച്ചെങ്കിലും പറയാൻ സാധിക്കണം. ഓക്കെ, എന്തിനാണ് അതിൻ്റെ യൂസേഴ്സ് എന്തിനാണെന്നും കൂടെ പറയാൻ സാധിക്കണം. എല്ലാം പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ചെങ്കിലും പറഞ്ഞാൽ മതി. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ HTMLൻ്റെ ഫോർമാറ്റിംഗ് കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇപ്പം ഞാനിവിടെ ഫയൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഫൈവ് സെർവർ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ലൈവ് സെർവർ ഓപ്പൺ ചെയ്യാം ഇവിടെ തന്നെ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും, ബ്രൗസർ യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഓക്കെ, സോ ആദ്യം ഞാനിവിടെ പാരഗ്രാഫ് ടാഗിലാണ് ഒട്ടുമിക്ക എല്ലാം ഫോർമാറ്റിംഗ് കാര്യങ്ങളെല്ലാം വരുന്നത്. എന്നിട്ട് ജസ്റ്റ് യെല്ലോ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡമ്മി ടെസ്റ്റ് നമുക്കിങ്ങനെ ട്രൈ ഔട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം ഈ ബാക്ക്ഗ്രൗണ്ട് കളർ ജസ്റ്റ് ഞാൻ റിമൂവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ജസ്റ്റ് സ്റ്റൈലിൻ്റെ അകത്ത് നമുക്ക് സ്റ്റൈൽ ഇവിടെ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്ന കേട്ടോ. ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു പാരഗ്രാഫിന് മാത്രമേ ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇപ്പം നമുക്കിവിടെ റിസൾട്ട് കാണാൻ സാധിക്കും. ഇനി ഇതിൻ്റെ അകത്ത് എനിക്ക് ഇറ്റാലിക്സിൽ എഴുതണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇറ്റാലിക്സിൽ എഴുതണമെങ്കിൽ ജസ്റ്റ് ഈ പാരഗ്രാഫ് ടാഗ് താഴെ എഴുതാം. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ഇവിടെയും വേണമെങ്കിൽ നമുക്ക് സ്പേസ് വിടാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഇൻ ബിറ്റ്വീൻ ടാഗ്സ് എഴുതാൻ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇനി ഇവിടെ ഐ ടാഗ് ഉപയോഗിക്കുകയാണ്. ഐ ടാഗ് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആവും, പക്ഷേ നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ലാസ്റ്റായിട്ട് ക്ലോസ് ചെയ്യാം, ഇവിടെ ക്ലോസ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് സേവ് ചെയ്യാം. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എല്ലാ ടാഗും, അതായത് ഇവിടെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന എല്ലാം തന്നെ ഇറ്റാലിക്സ് ടെക്സ്റ്റായിട്ട് മാറിയിട്ടുണ്ട്. ജസ്റ്റ് കമ്പാരിസന് വേണ്ടി ഒരു പാരഗ്രാഫും കൂടി ഞാൻ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഇപ്പോൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഇറ്റാലിക്സിലാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഇറ്റാലിക്സിലല്ല. അപ്പോൾ ഇറ്റാലിക്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ചെരിച്ച് എഴുതുന്നതാണ് ഇറ്റാലിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് ബോൾഡ് ടാഗ് ഉണ്ട്. ജസ്റ്റ് ഒന്നുമില്ല, ഈ ഐ മാറ്റി ബി ആക്കുക. ഓക്കെ, ബി ആക്കുക. അതുപോലെ തന്നെ എൻഡിലും ഐ മാറ്റിയിട്ട് ബി ആക്കുക. ഓൾറൈറ്റ്, ഇപ്പം ഇത് ബോൾഡ് ടെക്സ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക. നേരത്തെ ഞാൻ നോട്ട് ചെയ്യാൻ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ഇനി ഇൻ കേസ് നിങ്ങൾ നോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഓക്കെ, അപ്പം അവിടെ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ടാഗുകളെല്ലാം ഒന്ന് നോട്ട് ചെയ്യുക. എന്നിട്ട് ഈ ടാഗുകളെല്ലാം സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ അകത്ത് ലാസ്റ്റ് ആയിട്ടുള്ള സബ്സ്ക്രിപ്റ്റും സൂപ്പർസ്ക്രിപ്റ്റും മാത്രം ഞാൻ കാണിച്ചു തരാം. സബ്സ്ക്രിപ്റ്റ് ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് SUB ടാഗും ഇവിടെ SUP ടാഗും നമ്മൾ ഉപയോഗിക്കാറ്. ഓക്കെ, ഇപ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. SUP ആൻഡ് SUB ആണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ സബ്സ്ക്രിപ്റ്റും സൂപ്പർസ്ക്രിപ്റ്റും ടെസ്റ്റ് രണ്ട് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടെസ്റ്റ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ആ രണ്ട് ടെസ്റ്റും ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് SUB എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ആദ്യം നോക്കാം. സൂപ്പർസ്ക്രിപ്റ്റ് ടെസ്റ്റ്, അതിനുശേഷം SUP എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ഡയറക്റ്റായിട്ട് എഡിറ്ററിലേക്ക് പോകാം. വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഈ രണ്ട് പാരഗ്രാഫ് റിമൂവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് സ്പേസ് ഇല്ലാത്തപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ സ്പേസ് ഇട്ട് നമുക്ക് റിമൂവ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ ജസ്റ്റ് ഒരു ചെറിയ പാരഗ്രാഫ് ടാഗ് ക്രിയേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് അതിൻ്റെ അകത്ത് ഒരു നമ്പർ ഇടുവാണ്. 2 എന്ന് പറഞ്ഞൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാനിനി ഒരു ടെക്സ്റ്റും കൂടെ SUP എന്ന് പറഞ്ഞ ടാഗ് ഉപയോഗിക്കുകയാണ്. ഇത് സബ്സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഇതിൻ്റെ അകത്ത് ഞാൻ ജസ്റ്റ് 10 ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ,
ഇപ്പം 2⁻10 എന്നാണ് നമുക്ക് റിസൾട്ട് വന്നിരിക്കുന്നത്. ഇതേ സാധനം തന്നെ SUP മാറ്റിയിട്ട് SUB ആക്കാൻ പോകുവാണ്. ഇപ്പോൾ നമ്മൾ സബ്സ്ക്രിപ്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സൂപ്പർ സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് SUB ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും B എന്ന് മാറ്റി കൊടുക്കുക, സേവ് ചെയ്യാം. ഓക്കെ, ഇപ്പം 2⁻10 ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബ്രൗസറിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി വലുതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട്, സബ്സ്ക്രിപ്റ്റും വന്നിട്ടുണ്ട്, സൂപ്പർ സ്ക്രിപ്റ്റ്. ആദ്യം വന്നിരിക്കുന്ന സബ്സ്ക്രിപ്റ്റ് ആണ്. നമ്മൾ ആദ്യം ഉപയോഗിച്ച SUB ടാഗാണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സാധിക്കും ബോഡി ടാഗിൻ്റെ അകത്ത് P ടാഗ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ SUB എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ SUB അടുത്തതും സബ്സ്ക്രിപ്റ്റും സൂപ്പർ സ്ക്രിപ്റ്റും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ നമുക്ക് ഇത് കാണാൻ സാധിക്കും. ഇനി ഇവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. 2⁻20 എന്നാക്കണമെങ്കിൽ 20 എന്ന് നോക്കാൻ കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ സൂപ്പർ സ്ക്രിപ്റ്റ്, അതായത് ബേസ് ആയിട്ട് എഴുതണമെങ്കിൽ SUB ആണ് ഉപയോഗിക്കേണ്ടത്. പവറായിട്ട് എഴുതണമെങ്കിൽ SUP ആണ് ഉപയോഗിക്കേണ്ടത്, സബ്സ്ക്രിപ്റ്റ്. ഓക്കെ, സോ ഇതാണ് സബ്സ്ക്രിപ്റ്റും സൂപ്പർ സ്ക്രിപ്റ്റും. ബാക്കിയുള്ള എല്ലാ സ്ക്രിപ്റ്റുകളും ബാക്കിയുള്ള എല്ലാ ഫോർമാറ്റിങ്ങും നിങ്ങൾക്ക് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഇത് ജസ്റ്റ് ആ ഇൻ ബിറ്റ്വീൻ ടാഗ്സിലൊന്ന് എഴുതി വേണ്ടത് മാത്രമേ ഉള്ളൂ. അതൊരു എക്സസൈസാണ്, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ ദാറ്റ്സ് ഫോർ ദിസ് സെക്ഷൻ. അടുത്ത വീഡിയോയിൽ നമ്മൾ HTML ഇമേജസിനെ കുറിച്ച് പഠിക്കുന്നതായിരിക്കും. ഓക്കെ.